ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഒരു പ്രഗ്നൻസി സീരീസ് ആയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഞാൻ പ്രഗ്നൻ്റ് ആവുന്ന ആ ഒരു സമയം നമുക്ക് ആവശ്യമായിട്ടുള്ള നല്ല നല്ല ടിപ്സുകളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 6-ാം മാസം, നമ്മൾ പ്രഗ്നൻ്റ് ആയതിനു ശേഷം 6-ാം മാസം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തായാലും നമ്മളത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങളിത് കാണുക. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സോ സുഹൃത്തുക്കളോ ആരെങ്കിലും കസിൻ ആയിക്കോട്ടെ ആർക്കെങ്കിലും ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് ഇരിക്കുന്നവർക്കുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. തീർച്ചയായിട്ടും അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയായിരിക്കും. അപ്പോൾ ഞാനിപ്പോൾ പറയുന്നത് നമ്മൾ 6-ാം മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമല്ല നമ്മൾ അവർക്ക് ഫീഡിങ്ങിന് വേണ്ടി അപ്പോൾ മാത്രമല്ല നമ്മൾ ആ കാര്യങ്ങൾ നോക്കേണ്ടത്. കുഞ്ഞ് വന്നുടനെ നമുക്ക് ഫീഡ് ചെയ്യാൻ ആവശ്യത്തിന് നമ്മുടെ ശരീരം ഒരുക്കേണ്ടത് ഈ കറക്റ്റ് പറഞ്ഞാൽ 6-ാം മാസം മുതലാണ്. അത് എല്ലാ ആശുപത്രികളിലും ആ ഒരു ചെക്കിങ് അവർ ചെയ്യാറുണ്ടോ എന്നെനിക്കറിയില്ല. ഇപ്പം ഞാൻ കാണിച്ചിരുന്ന ആശുപത്രിയിൽ അവർ കറക്റ്റ് 6-ാം മാസം ആ ഒരു ഇത് നോക്കും കേട്ടോ. കാരണം നമ്മുടെ കുഞ്ഞ് ഫീഡ് ചെയ്യാൻ പാകത്തിന് നമ്മുടെ നിപ്പിളൊക്കെ ആണോ എന്നൊക്കെ അവർ 6-ാം മാസം ആ ഒരു ടെസ്റ്റ് എന്തായാലും ചെയ്യും. അപ്പോൾ ഇത് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ സ്വന്തമായിട്ട് ഇത് ചെയ്ത് നോക്കണം. കാരണം അല്ല എങ്കിൽ കുഞ്ഞ് വന്നു കഴിഞ്ഞതിന് ശേഷം അതായത് കുഞ്ഞിനും നമുക്കും ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ നമ്മൾ ഉറപ്പായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾക്കിപ്പോൾ നിപ്പിൾ വളരെ കുറവാണെങ്കിൽ കുഞ്ഞിന് ആവശ്യത്തിനുള്ള കുഞ്ഞിന് പാല് കുടിക്കാൻ പറ്റിയെന്ന് വരില്ല. അതുപോലെ നമുക്ക് ഷീൽഡ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ വേറെയാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നമ്മൾ 6-ാം മാസം മുതലാണ് ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. മറ്റൊന്നുമല്ല, നമ്മുടെ നിപ്പിൾ കറക്റ്റാണോ, കുഞ്ഞിന് കുടിക്കാൻ പാകത്തിനാണോ എന്ന് നോക്കുക. അത് അല്ലെങ്കിൽ വളരെ ചെറുതാണെങ്കിൽ നിങ്ങൾ മസാജ് ചെയ്യണം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ 2 ഫിംഗർ ഉപയോഗിച്ച് ഇങ്ങനെ മസാജ് ചെയ്യുക. അതായത് നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ അതായത് എങ്ങനെ വെർജിൻ കോക്കനട്ട് ഓയിലോ വാസലിനോ അത് ഏതെങ്കിലും ഒന്നെടുത്തിട്ട്, ഇപ്പോൾ എന്നോട് ഡോക്ടർ സജസ്റ്റ് ചെയ്തത് വാസലിനായിരുന്നു കേട്ടോ. അപ്പോൾ അത് എടുത്തിട്ട് നമ്മൾ നിപ്പിൾ നന്നായിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് ഈ 2 ഫിംഗർ ഉപയോഗിച്ച് നേരത്തെ പറഞ്ഞ പോലെ മസാജ് ചെയ്യുക. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്നിൽ നിങ്ങൾക്ക് എപ്പോഴാണോ സമയം ഒരു ദിവസം ഇത് മസ്റ്റായിട്ട് ചെയ്യുക. ഇത് കുളിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് മുമ്പോ നിങ്ങളുടെ ടൈം എപ്പോഴാണ്, നിങ്ങൾക്ക് എപ്പോഴാണ് ഇത് ചെയ്യാൻ പറ്റിയൊരു ടൈം, ആ ടൈം നോക്കി നിങ്ങളിത് കറക്റ്റായിട്ട് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക, എല്ലാ ദിവസവും ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കുഞ്ഞുവാവ് വരുന്ന സമയത്ത് നമുക്ക് ഫീഡ് ചെയ്യാൻ കറക്റ്റ് പാകത്തിന് നമ്മുടെ ശരീരവും നമുക്ക് റെഡി ആയിട്ടിരിക്കും. അപ്പോൾ ഇതാരും സ്കിപ്പ് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഒരു ചെറിയ അറിവ് പോലും ഈ ഒരു സ്റ്റേജിൽ വളരെ വലുതാണ്. അവർക്ക് വളരെ വലിയ ഗുണമായിരിക്കും ചെയ്യുന്നത്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്കറിയാവുന്ന എല്ലാവർക്കും ഞാൻ ഫോളോ ചെയ്ത് വന്ന രീതി ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ കുറേ പേർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആവാറുണ്ട് ഇത്തരം കാര്യങ്ങൾ, കുഞ്ഞു കാര്യങ്ങൾ. അപ്പോൾ അതെല്ലാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ നമ്മുടെ കുഞ്ഞ് വന്നതിന് ശേഷം അവർക്ക് ഫീഡിങ്ങിൽ വളരെയധികം സന്തോഷകരമായിട്ട് അവർക്ക് ഫീഡ് ചെയ്യാം. അമ്മമാർക്ക് കൊടുക്കാനും പറ്റും, കുഞ്ഞുങ്ങൾക്ക് കറക്റ്റായിട്ട് പാല് കുടിക്കാനും പറ്റും. അപ്പോൾ ആ ഒരു രീതി നിങ്ങൾ ഉറപ്പായിട്ട് നോക്കുക. ഇത് മസ്റ്റായിട്ട് ഓർത്തിരിക്കുക. 6-ാം മാസം മുതലാണ് നമ്മളിത് ചെയ്ത് തുടങ്ങേണ്ടത്. റെഗുലറായിട്ട് എല്ലാ ദിവസവും ചെയ്യുക. അപ്പം കൂടുതൽ പ്രഗ്നൻസി വിശേഷങ്ങളുമായി അല്ലെങ്കിൽ ടിപ്സുമായി ഞാൻ വീണ്ടും വരാം. അതുവരെ നമുക്ക് ബൈ.